എല്ലാവർക്കും അല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നാണ് കൂലി സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അമീർ ഖാൻ, സൗബിൻ, രജനികാന്ത് തുടങ്ങി ഒരുപാട് പേര് സിനിമയിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് കൂലി സിനിമയ്ക്ക് ലഭിച്ചത്. ചിലർ പോസിറ്റീവ് പറയുമ്പോൾ ചിലർ നെഗറ്റീവാണ് പറയുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് കൂലി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് 30 ദിവസം കഴിഞ്ഞിട്ടാണ് കൂലി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാൽ നായകനായ ഏറ്റവും വലിയ സിനിമയായിരുന്നു ഹൃദയപൂർവ്വം. ഈ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 28-നാണ് സിനിമ റിലീസാവുന്നത്. ഓണം സ്പെഷ്യലായിട്ടാണ് ഹൃദയപൂർവ്വം റിലീസിനെത്തുന്നത്. അതുപോലെ OTT റിലീസ് ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ടെഹ്റാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജോൺ അബ്രഹാം നായകനായ ഹിന്ദി സിനിമ ടെഹ്റാൻ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. C5-ലാണ് ടെഹ്റാൻ സിനിമ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ID ദ ഫേക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ID. ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴത്തെ സൈനാപ്പിളെ ID സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 30-നാണ് ID സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പെരുമാനി സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്പിളെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. 2 വർഷമായി പെരുമാനി റിലീസായിട്ട്. വിനയ് ഫോർട്ട്, ലുക്മാൻ, സണ്ണിവേൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24-നാണ് സൈനാപ്ലയിൽ പെരുമാനി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മഹാവതാർ നരസിംഹ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആനിമേഷൻ മൂവിയാണ്. അടുത്ത മാസം സെപ്റ്റംബർ 20-നാണ് ഈ സിനിമയുടെ OTT റിലീസ്. മലയാളത്തിലും ഈ സിനിമ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സൺ ഓഫ് സർദാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ 2ാം ഭാഗം റിലീസായി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സൺ ഓഫ് സർദാർ 2. അജയ് ദേവ്ഗണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 30-നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹൗസ് മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ശിവകാർത്തികേയനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഹൗസ് മേറ്റിൻ്റെ OTT C5 വാങ്ങിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 30-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കാലങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മനോരമ മാക്സ് DNA സിനിമയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഓഗസ്റ്റ് മാസം 25-നായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക കാത്തിരുന്ന് ആരാധകർ മടുത്തിരിക്കുകയാണ്. ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടിയാണ് ബസൂക്ക സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. എന്തുകൊണ്ട് സിനിമ റിലീസാക്കുന്നില്ല? ഇപ്പോഴത്തെ ബസൂക്ക സിനിമയുടെ OTT അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമ ഓണത്തിന് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഓഗസ്റ്റ് മാസം 28-നായിരിക്കും ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു സർക്കിട്ട്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയാണ് സർക്കിട്ട് പറഞ്ഞു പോയത്. എന്നിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സർക്കിറ്റിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം സർക്കിറ്റ് സിനിമ ഓണത്തിന് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് മാസം 28-ന് മുന്നേ സർക്കിറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. എവറേജ് അഭിപ്രായമാണ് JSK സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാധവ് സുരേഷ്, സുരേഷ് ഗോപി, അനുപമ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ത്രില്ലിംഗായ സിനിമ തന്നെയായിരുന്നു JSK. ഇപ്പോഴത്തെ JSK സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 15-നാണ് സിനിമയുടെ റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് C5-ലാണ് JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് സുമതി വളവ് നേടിയെടുത്തത്. ഒരുപാട് കോമഡിയും ഹൊററും സിനിമയിലുണ്ട്. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഒരുപാട് കഥാപാത്രങ്ങൾ സുമതി വളവിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് സുമതി
സുമതി വളവ് നിർമ്മിച്ചിരിക്കുന്നത്. സുമതി വളവ് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ പ്രേതമുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോഴിതാ സുമതി വളവിന്റെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സുമതി വളവ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഓഗസ്റ്റ് മാസത്തിലാണ് OTT റിലീസ്. അതായത് ഓണത്തിനായിരിക്കും സുമതി വളവിന്റെ OTT വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.